നമസ്കാരം. സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് UAE-യിലെ വിസ ക്യാൻസലേഷൻ ആൻഡ് ലേബർ ബാൻ ഇതിന്റെ നിയമങ്ങളെ കുറിച്ചാണ്. ഒത്തിരി പേർ എന്നോട് നിരന്തരം ഫോണിലൂടെയും അതുപോലെ മെസ്സേജുകളിലൂടെയും എന്നോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്, സാറേ ഈ ലേബർ ബാനിനെ കുറിച്ച് ഒന്ന് പറയണം. അപ്പം അങ്ങനെ പലരും പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ച് നോക്കി, ഓക്കെ, എനിക്ക് സത്യത്തിൽ ഇതിന്റെ മുഴുവൻ നിയമങ്ങൾ അറിയില്ല. ഞാൻ എന്റെ നല്ല സുഹൃത്തുക്കള് ലേബർ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഇമിഗ്രേഷനിലും ഒക്കെ PRO ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരോട് നേരിട്ട് ചോദിച്ചറിഞ്ഞ് അതുപോലെ ഇതിന്റെയൊക്കെ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനിത് വായിക്കാൻ പറ്റുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ് കേട്ടോ. UAE-യിൽ 2 വർഷമാണ് ഇപ്പോഴത്തെ തൊഴിൽ വിസയുടെ കാലാവധി. മുൻപ് ഇത് 3 വർഷമായിരുന്നു. ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ, അതായത് ഒരു സ്പോൺസറുടെ കീഴിൽ 2 വർഷം പൂർത്തിയാക്കിയാൽ വേറെ ഒരു സ്ഥാപനത്തിലേക്ക് മാറാൻ ബുദ്ധിമുട്ടില്ല. എല്ലാ കാറ്റഗറിക്കാർക്കും ഈ ആനുകൂല്യമുണ്ട്. മനസ്സിലാക്കുക, 2 വർഷം കഴിഞ്ഞാൽ ആർക്കും ജോലി മാറാം. ഇതാണ് ചുരുക്കം. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേബർ കാർഡിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കണം. അതിന് 1 മണിക്കൂർ മുൻപ് പോലും ലേബർ കാർഡ് ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അതായത് പറഞ്ഞതിന് പോയിന്റ് എന്താന്ന് വെച്ചാല്, നമ്മൾ പലപ്പോഴും കമ്പനിയിൽ ജോലി തുടങ്ങിയതിന് ശേഷം 2-3 മാസങ്ങൾക്കുള്ളിലായിരിക്കും ചിലപ്പോൾ ലേബർ കാർഡ് അടിച്ച് കൈ കിട്ടിണ്ടാവുക. അപ്പൊ ജോലി തുടങ്ങി അന്ന് മുതൽ 2 വർഷം എന്ന് പറയുമ്പോ ലേബർ കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് ആയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് പറഞ്ഞത്, ലേബർ കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മാത്രമേ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. 2 വർഷം കഴിയുന്നതിന് മുൻപാണ് ജോലി മാറുന്നതെങ്കിൽ അത് കമ്പനി പിരിച്ചുവിട്ടാലും ശരി, നമ്മൾ റിസൈൻ ചെയ്തു പോവാണെങ്കിലും ശരി, ലേബർ ബാൻ ഉണ്ടായിരിക്കും. 6 മാസത്തേക്ക് ആ വ്യക്തിക്ക് വേറെ തൊഴിൽ വിസ കിട്ടില്ല, 2 വർഷത്തിന് മുൻപ് മാറുകയാണെങ്കിൽ. ചില കാറ്റഗറിക്കാർക്ക് ഇതിൽ എക്സംഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് പറയാം. സെയിൽസ് എക്സിക്യൂട്ടീവ് മുതൽ മേലോട്ടുള്ള ഉയർന്ന കാറ്റഗറിയിൽ ഉള്ളവർക്ക് ഈ ലേബർ ബാൻ ഒഴിവാക്കാൻ കഴിയും. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ താഴെ പറയുന്നു. SSLC സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തികൾക്ക് മിനിമം 5000 ദിർഹംസ് സാലറി വേണം. അതുപോലെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ മിനിമം 7000 ദിർഹംസ് സാലറി കാണിക്കണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിലോ 12000 ദിർഹംസ് സാലറി എഗ്രിമെന്റിൽ ഉണ്ടാവണം. ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒറിജിനലില് അറ്റസ്റ്റ് ചെയ്യണം എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അതറിയാം. അതുപോലെ ഗവൺമെന്റ്, സെമി ഗവൺമെന്റ്, ഫ്രീ സോൺ ഈ കമ്പനികളിലാണ് നമുക്ക് ജോലി കിട്ടുന്നതെങ്കിൽ അവിടെ ലേബർ ബാൻ പ്രശ്നമില്ല. ലേബർ ബാൻ ഇല്ലാതെ തന്നെ അവിടെ ജോലിക്ക് കയറാം. പിന്നെ ഒരു തൊഴിലാളിക്ക് 2-3 മാസമായിട്ട് കമ്പനി സാലറി കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക, തീർച്ചയായിട്ടും നമുക്ക് വേറെ ജോലി അന്വേഷിക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യങ്ങളില് നമ്മള് തല്ലുവിടാനൊന്നും പോണ്ട, നേരാവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ നമുക്ക് ജോലി അന്വേഷിച്ച് ഓഫർ ലെറ്റർ ഒക്കെ വാങ്ങി കഴിഞ്ഞാല് നേരെ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പരാതി കൊടുക്കുക. 2-3 മാസമായിട്ട് എനിക്ക് ശമ്പളം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ ജോലി മാറാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഈ ലേബർ ബാനിന്റെ പ്രശ്നമുള്ള കാരണം കൊണ്ട് എനിക്ക് ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനത്തെ സിറ്റുവേഷനിൽ ലേബർ കോർട്ട് അവരെ സഹായിക്കും. ലേബർ ബാൻ ഇല്ലാതെ തന്നെ അവർക്ക് വേറെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. മറക്കരുത്. കാരണം ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടണം. ശമ്പളം കിട്ടാതെ 2-3 മാസം തുടർന്നും പോകുന്നൊരു വലിയ കാര്യമൊന്നുമില്ല. അത് ലേബർ കോർട്ടിനും അറിയാം. അതുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത്. ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരം പരാതികൾ കേൾക്കാനായി ഒരു ലീഗൽ അഡ്വൈസർ തന്നെയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് തൊഴിൽപരമായ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പരാതി കൊടുക്കാൻ പേടിക്കേണ്ട കാര്യമില്ല. ഈ ലേബർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് തന്നെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ്.
അതുകൊണ്ട് ധൈര്യമായി അവിടെ പോയി പരാതി പറയാം. ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇത് ആദ്യം മനസ്സിലാക്കുക, മറക്കരുത്. ഇനി പ്രൊബേഷണറി പീരീഡിലാണെങ്കിലും ഒരാൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ലേബർ ബാൻ ഉണ്ടായിരിക്കും. ഈ പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുന്നത് തൊഴിലാളിയും അതുപോലെ തന്നെ കമ്പനിയും പരസ്പരം അറിയാനും പഠിക്കാനുമുള്ള ഒരു അവസരം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ പ്രൊബേഷണറി പീരീഡിൽ നമ്മൾ പിരിഞ്ഞു പോവുകയാണെങ്കിലും ലേബർ ബാൻ ഉണ്ടായിരിക്കും. യുഎഇയിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് പോയിട്ട് 6 മാസത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ അയാളുടെ വിസ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോകും. പിന്നീട് അയാൾക്ക് യുഎഇയിൽ ഇറങ്ങാൻ സാധിക്കില്ല. ആ വ്യക്തിക്ക് ഇനി വേറെ വിസ കിട്ടണമെങ്കിൽ ആ വ്യക്തിയുടെ പേര് യുഎഇയിലെ ഇമിഗ്രേഷനിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എടുത്തു കളഞ്ഞിട്ടുണ്ടായിരിക്കണം. സാധാരണ ഒരാളുടെ വിസ ക്യാൻസൽ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ PRO ക്യാൻസൽ ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ഒറിജിനൽ പാസ്പോർട്ട് ഇമിഗ്രേഷൻ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പേര് റിമൂവ് ചെയ്യും, അങ്ങനെ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കും, അങ്ങനെ നമുക്ക് പോവാം. ഇതാണ് സാധാരണ രീതി. നമ്മളിപ്പോ നാട്ടിൽ പോയി 6 മാസം കഴിഞ്ഞു, വരാൻ പറ്റുന്നില്ല, അപ്പൊ സിസ്റ്റത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? യെസ്, സാധിക്കും. 1-2 വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നാട്ടിൽ നിന്ന് അവരുടെ ഒറിജിനൽ പാസ്പോർട്ട് കമ്പനിക്ക് അയച്ചു കൊടുക്കാം. ഒന്നുകിൽ ബൈ കൊറിയർ അയക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തയക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ കമ്പനി ചെയ്തോളും. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഈ ബൈ കൊറിയർ അയക്കുന്നതും അതുപോലെ മറ്റൊരാളുടെ കൈവശം കൊടുത്തയക്കുന്നതും റിസ്ക് ഉള്ള കാര്യമാണ്. അത് അറിഞ്ഞില്ല എന്ന് പറയരുത്. പിന്നെ ഒന്നുകൂടി പറയാം, ഒരാളുടെ പാസ്പോർട്ട് മറ്റൊരാൾ കൈവശം വെക്കുന്നതും അതുപോലെ അതുമായി ക്യാരി ചെയ്ത് യാത്ര ചെയ്യുന്നതും നിയമപരമായി പ്രശ്നമാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വകുപ്പ് മാറും. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം, പേടിപ്പിക്കാനല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഡൽഹിയില് UAE എംബസി ഉണ്ട്. ആ UAE എംബസിയിൽ നമുക്ക് പോയിട്ട് നമ്മളുടെ പേര് സിസ്റ്റത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കാം. ഒറിജിനൽ പാസ്പോർട്ട് അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പം UAE എംബസി എന്ത് ചെയ്യും? അത് UAEയിലുള്ള ഇന്ത്യൻ എംബസിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റിന് അവര് ഇൻഫർമേഷൻ കൊടുക്കും. ആ ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് എന്ത് ചെയ്യും? ആ വ്യക്തിയുടെ കമ്പനിയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. ഈ വ്യക്തി എന്തുകൊണ്ടാണ് 6 മാസത്തിനുള്ളിൽ തിരിച്ചു വരാതിരുന്നത്? അപ്പൊ ചിലപ്പോ വല്ല അസുഖമായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി പോയതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കമ്പനി പറയും ഇതാണ് കാര്യം, നോ പ്രോബ്ലം, അവരുടെ പേര് സിസ്റ്റത്തിൽ നിന്ന് കളഞ്ഞേക്കെന്ന് പറയും. ഇനി അതല്ല, വേറെ വല്ല സാമ്പത്തിക തിരിമറി ചെയ്തിട്ട് മുങ്ങിപ്പോയതാണെങ്കിലോ, അപ്പോ കമ്പനി പറയും ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പേര് സിസ്റ്റത്തിൽ നിന്ന് അവര് റിമൂവ് ചെയ്യില്ല. അപ്പൊ ഈ പരാതി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പേരിൽ പ്രൂഫ് വേണം. അത് വേറെ കാര്യം. കമ്പനി പറയാണ് അവൻ ഇവിടുന്ന് ലക്ഷങ്ങള് മുക്കിപ്പോയതാണ് എന്ന് വാക്കോട്ട് പറഞ്ഞാൽ പോരാ, അതിനൊക്കെ തെളിവ് വേണം. അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അറിയാലോ. ഇനി ക്രിമിനൽ കുറ്റം വല്ലതും ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാതെയോ ആണ് മുങ്ങി നടക്കുന്നതെങ്കിൽ പിന്നീട് ആ വ്യക്തിക്ക് UAEയിലേക്ക് മാത്രമല്ല വേറെ ഒരു രാജ്യത്തേക്കും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. നമ്മളും മറ്റ് രാജ്യത്തെ എയർപോർട്ടിൽ എത്തുമ്പോഴായിരിക്കും വിവരം അറിയുക. കാരണം എല്ലാ എയർപോർട്ടുകളിലും ഇവരുടെ പേര് വിവരങ്ങള് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത്, ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെല്ലുന്ന സമയത്ത് നോക്കി, നീയാണല്ലേ കുട്ടപ്പൻ, വാ വാ വാ, ഇപ്പൊ ശരിക്കല്ലേ അറിയാം. ഇത് നേരെ പോവാ ജയിലിലേക്കാണ്. മറക്കണ്ട, അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അതിന് കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് പൈസ അടയ്ക്കാണ്ട് തിരിച്ച് ഇവിടെ ദുബായ് എയർപോർട്ടിൽ എത്തിയപ്പോൾ പിടിച്ച് അകത്ത് കയറി വിശേഷം ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വിസ ക്യാൻസൽ ചെയ്യാതെ, അവിടുത്തെ വിസ ക്യാൻസൽ ചെയ്യാതെ UAEയിലേക്ക് വരുന്നതിനും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയുള്ള നിയമപ്രശ്നങ്ങൾ ഇല്ലാത്തവരുടെ കാര്യം പറയുന്നത് കേട്ടോ. ഓക്കെ, മേൽ പറഞ്ഞ ഈ നിയമങ്ങളൊക്കെ UAEയിൽ 2 വർഷമായിട്ട് നിലവിലുള്ളതാണ്.
നിയമങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം. കുറച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങൾ മാറി വേറെ നിയമങ്ങൾ വരാം. ഇപ്പോൾ ഉള്ള നിയമങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നത്, വിസ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടിബോധിച്ചു എന്ന് പറഞ്ഞിട്ട്, അതായത് ഗ്രാറ്റുവിറ്റി, ലീവ് സാലറി, എയർ ടിക്കറ്റ്, ഇതെല്ലാം കിട്ടിബോധിച്ചു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഫോമുണ്ട്. ആ ഫോമിൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ലേബർ ഡിപ്പാർട്ട്മെന്റ് നമ്മളുടെ വിസ ക്യാൻസൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആനുകൂല്യങ്ങൾ കയ്യിൽ കിട്ടാതെ കിട്ടിബോധിച്ചു എന്ന് ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സ്റ്റാൻഡേർഡുള്ള കമ്പനിക്ക് ആണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് വിശ്വസിക്കാവുന്ന കമ്പനികളാണെങ്കിൽ ഒപ്പിട്ട് കൊടുത്താലും അവര് ഫൈനൽ സെറ്റിൽമെന്റ് തന്നിരിക്കും. പക്ഷെ ചില വൃത്തികെട്ട കമ്പനികളുണ്ട്, അങ്ങനെ തന്നെ ഞാൻ പറയും, വൃത്തികെട്ട ചില കമ്പനികളുണ്ട്. അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10, 15, 20 വർഷം ജോലി ചെയ്തിട്ട് പോണ സമയത്ത് അവരുടെ ആനുകൂല്യങ്ങള് കൊടുക്കാനുള്ളത് കൊടുക്കാതെ നമ്മൾ ഈ ഫോമിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്യാൻസലേഷന്റെ സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയോട് നേരിട്ട് ചോദിക്കും, നിങ്ങൾക്ക് കിട്ടാനുള്ളത് മുഴുവൻ കിട്ടിയോ എന്ന്. അന്നേരം നമ്മൾ കിട്ടി എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ പേര് അവര് ക്യാൻസൽ ചെയ്യുള്ളൂ. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് തന്നെ പറയാം. പക്ഷെ അന്നേരം നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. നമ്മൾ സൈൻ ഓൾറെഡി കിട്ടി എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കിട്ടിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവരെന്നെ ചോദിക്കും, നീയല്ലേ കിട്ടിയ ബോധിച്ചു എന്ന് പറഞ്ഞാൽ ഒപ്പിട്ടുള്ളത്, പിന്നെ കിട്ടിയില്ല പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഒപ്പിട്ട് കൊടുക്കേണ്ടൂ. ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല, ഇതാദ്യം മനസ്സിലാക്കുക. ഒരുപാട് ചതികള് നടക്കുന്നതായിട്ട് എനിക്കറിയാം. ഒത്തിരി പേര് പറഞ്ഞിട്ട്, ഇന്ന് രാവിലെ വരെ ഒരാൾ എന്നോട് ആ സങ്കടം പറയായിരുന്നു. അതായത് 10-20 വർഷമായിട്ട് ജോലി ചെയ്തു, അവര് ക്യാൻസലേഷൻ സമയത്ത് എന്നോട് ഒപ്പിടാൻ പറഞ്ഞു, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ 10 പൈസ കൊടുത്തില്ല. എന്ത് ചെയ്യും സാറേ, ഞാൻ ലേബർ കോർട്ടിൽ പോയാലോ? ഞാൻ പറയും, ഇനി പോയിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി നീ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു, നിന്റെ വിസ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനി പോയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ PRO ആയി ജോലി ചെയ്യുന്ന എന്റെ നല്ല സുഹൃത്തുക്കളിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചത്. എന്റെ അറിവുകൾ വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഇമിഗ്രേഷനിലോ ലേബറിലോ പോയിട്ട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. അവിടെയും ഇവിടെയും അറിവില്ലാത്തവരോട് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് കൺഫ്യൂഷൻ ആവുന്നതിനേക്കാളും നല്ലത് നേരിട്ട് ചോദിച്ചറിയാന്നുള്ളതാണ്. കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൽ ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത്. നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നല്ലതാണ്. അതുകൊണ്ട് ഈ സന്ദേശം മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവരും രക്ഷപ്പെടട്ടെ, എല്ലാവരും പരസ്പരം സന്തോഷത്തിൽ ജീവിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സ്നേഹപൂർവ്വം, പോൾസൺ പവർട്ടി.